നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഒരു ആപ്പുണ്ട്. ഗൂഗിളിൻ്റെ ആപ്പാണ്. അധികം ആളുകൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ആ ഒരു ആപ്പ് നിങ്ങളുടെ ഫോണിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. മാത്രമല്ല, നിങ്ങളുടെ മൊബൈൽ ഫോണ് തൊട്ടടുത്തെവിടെയെങ്കിലും നിങ്ങൾ മറന്നു വെച്ച് കഴിഞ്ഞാൽ, കാണാതായി കഴിഞ്ഞാൽ അത് കണ്ടെത്താനും കൂടി അതിനകത്ത് സൗകര്യമുണ്ട്. പലപ്പോഴും നമ്മൾ വീടിനകത്ത് എവിടെയെങ്കിലുമൊക്കെ മൊബൈൽ ഫോൺ വെക്കും. പക്ഷേ ഇത് എവിടെയാണ് വെച്ചെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഫോൺ എടുത്ത് അത് സൈലൻറ്റ് മോഡാണെങ്കിൽ പോലും നിങ്ങൾക്കത് കണ്ടെത്താൻ സാധിക്കും. അത്തരത്തിൽ വലിയ സൗകര്യമുള്ള ഒരു ആപ്പ് ഗൂഗിളിൻ്റെ ആപ്പാണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട നിങ്ങളുടെ ഫോണിനകത്ത് ആ ഒരു ആപ്പുണ്ട്. അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. മുഴുവനായിട്ട് നോക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്ത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഒരു ഭാഗം നമ്മൾ എനേബിൾ ചെയ്യണം, ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ നിങ്ങൾ അഡ്മിൻ എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാൻ ഡിവൈസ് അഡ്മിൻ ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഇവിടെ കാണാൻ ഡിവൈസ് അഡ്മിൻ ആപ്സ് എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ക്യാപ്ച കോഡ് ചോദിക്കും. ആ ക്യാപ്ച കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് ഇവിടെ എന്താണോ ടൈപ്പ് ചെയ്ത് അതേ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ ആണെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെ വലത് ഭാഗത്ത് ആക്ടിവേറ്റ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് നിങ്ങൾ ലിങ്ക് ചെയ്തിരിക്കുന്ന അഡ്മിൻ ലിങ്ക് ചെയ്തിരിക്കുന്ന രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒന്നാമത്തത് ഫൈൻഡ് ഹബ് എന്നാണ്. ഇതാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഫോണൊക്കെ ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈൽ ഫോണൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുത്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവേറ്റ് ആകും. ഇനി ഏതെങ്കിലും പഴയ മൊബൈൽ ഫോൺ നിങ്ങൾ ഇതുപോലെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ആക്ടിവേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ താഴെ ഇവിടെ ഡീ ആക്ടിവേറ്റ് എന്ന് കാണുന്ന ഭാഗത്ത് ആക്ടിവേറ്റ് എന്നുണ്ടാവും. അത് കൊടുക്കുക. നിങ്ങളുടെ ഫോണകത്ത് ഇത് ആക്റ്റീവായി കിടക്കും. പഴയ മൊബൈൽ ഫോൺ ആണെങ്കിൽ ഫൈൻഡ് മൈ ഹബ് ഡിവൈസ് എന്നാലും കാണാൻ സാധിക്കുക. പുതിയ മൊബൈൽ ഫോണിലൊക്കെ ഫൈൻഡ് ഹബ് എന്നാലും കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ പഴയ മൊബൈൽ ഫോൺ ആണെങ്കിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. നിങ്ങളുടെ ഫോണിനകത്ത് തന്നെ അത് ഓൾറെഡി ഡൗൺലോഡ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചില ഫോണിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്നും ചില ഫോണിൽ ഫൈൻഡ് ഹബ് എന്നും കാണാൻ സാധിക്കുക. ഇനി നിങ്ങളുടെ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചെടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഫോണോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും ഫോൺ എടുക്കുക. നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫോൺ എടുത്തിട്ട് അവരുടെ ഫോണിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അത് ഫൈൻഡ് മൈ ഡിവൈസ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള ആപ്പ് കാണാനില്ലെങ്കിൽ ഫൈൻഡ് ഹബ് എന്നുള്ള നേരത്തെ കാണിച്ചെന്ന ആപ്പ് ഈ ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നിങ്ങളുടെ പ്രൊഫൈൽ കാണും. അതായത് ആ വ്യക്തിയുടെ പ്രൊഫൈൽ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് നിങ്ങൾ ഇത്തരത്തിൽ ഫൈൻഡ് മൈ ഡിവൈസ് അല്ലെങ്കിൽ ഫൈൻഡ് ഹബ് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ശേഷം വലതു ഭാഗത്ത് ഏറ്റവും മുകളിൽ പ്രൊഫൈൽ കാണും. അയാളുടെ ഇമെയിൽ, ഇപ്പോൾ നിങ്ങളുടെ ഫോൺ ആരുടെ ഫോണാണോ നിങ്ങൾ വാങ്ങുന്ന അയാളുടെ ഇമെയിൽ ഐ ഡി കാണും. നമ്മളിവിടെ പ്രൊഫൈൽ കാണും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം സൈൻ ഇൻ ഗസ്റ്റ് എന്നുള്ള ഓപ്ഷൻ. കാരണം നിങ്ങളൊരു ഗസ്റ്റായിട്ടാണ് അയാളുടെ ഫോൺ ഓപ്പൺ ചെയ്യുന്നത്. അതുകൊണ്ട് സൈൻ ഇൻ ഗസ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നഷ്ടപ്പെട്ട ഫോണിൽ ഏത് മെയിൽ ഐ ഡി ആണുള്ളത് ആ മെയിൽ ഐ ഡി ആണ് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുത്ത് നിങ്ങളുടെ മെയിൽ ഐ ഡി സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഫൈൻഡ് മൈ ഹബ് അല്ലെങ്കിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓൾറെഡി നിങ്ങൾ ആക്റ്റീവ് ചെയ്തിട്ടുണ്ടാകും. ആക്റ്റീവ് ചെയ്ത് വെക്കണം. നഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങൾക്കൊന്നും ആക്റ്റീവ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഫോൺ ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഓരോന്നും ചെക്ക് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ഫോണിൻ്റെ പേര് കാണിക്കും. ആ പേരിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന നേരം താഴെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഫൈൻഡ് ഹബ് വെബ് എന്ന് കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ ആപ്പാണ് ഓപ്പൺ ചെയ്തത്. ഇവിടെ വെബ് എന്ന് കാണും. ഈ വെബ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഫോൺ ഇപ്പോൾ എവിടെയാണുള്ളത്, ഏത് ലൊക്കേഷനിലാണുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. താഴെ ഭാഗത്ത് പ്ലേ സൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും മറന്നു വെച്ചതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലേ സൗണ്ട്, ഇപ്പോൾ വീണ് പോയതാണെങ്കിൽ നിങ്ങൾ ആ ലൊക്കേഷനിലേക്ക് യാത്ര പോയി നിങ്ങൾക്ക് അവിടെ വെച്ച് ഇത് പ്ലേ സൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് ആ മൊബൈൽ ഫോൺ കേൾക്കാൻ സാധിക്കും. സൈലൻറ്റ് മോഡിലാണെങ്കിലും ഇത് പ്ലേ ചെയ്യും, സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഇവിടെ താഴെ ഭാഗത്ത് സെക്യൂർ ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോണിനകത്ത് മറ്റാരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് സ്ക്രീൻ ലോക്കിലായിക്കൊണ്ട് നിങ്ങൾക്കൊരു മെസ്സേജ് അയാളിലേക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് നിങ്ങളുടെ പ്ലീസ് എന്നെ കോൺടാക്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ മൊബൈൽ നമ്പർ കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇവിടെ താഴെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ മെസ്സേജ് എന്നൊരു ഓപ്ഷനിൽ നമുക്കിവിടെ പ്ലീസ് കോൺടാക്റ്റ് മീ എന്ന് വേണമെങ്കിൽ ഇതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. താഴെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കിട്ടുന്ന ആൾക്ക് അവരുടെ സ്ക്രീനിൽ ഇതുപോലെ കാണാൻ സാധിക്കും. മാർക്കാസ് ലോസ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്ക്രീൻ ലോക്ക് കാണുന്ന ഭാഗത്ത് ആ ഒരു മെസ്സേജ് അവിടെ കാണിക്കും. അയാൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ കണ്ട് അയാൾക്ക് നിങ്ങളെ ബന്ധപ്പെടാൻ സാധിക്കും. ഇവിടെ താഴെ ഫാക്ടറി റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, മൂന്നാമത്തെ ഓപ്ഷൻ. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രക്ഷയുമില്ല. നിങ്ങൾക്ക് ഫോൺ തിരിച്ച് കിട്ടില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാക്ടറി റീസെറ്റ് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു മെയിൽ ഐ ഡിൻ്റെ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോണിനകത്തുള്ള മുഴുവൻ ഡാറ്റയും ക്ലിയർ ചെയ്ത് കളയാൻ സാധിക്കും.
നിങ്ങളുടെ മൊബൈൽ ഫോൺ അത് എവിടെയാണെന്ന് ലൊക്കേഷൻ കണ്ടെത്തി നിങ്ങൾക്ക് അതിലേക്ക് ആ ലൊക്കേഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിവിടെ മുകളിൽ കാണാം ഫോണിൻ്റെ ചിഹ്നം ബ്ലൂ കളറിൽ. ആ ഫോണിനകത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ലൊക്കേഷൻ കിട്ടും. ഈ ഡയറക്ഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ലൊക്കേഷനിലേക്ക് യാത്ര പോകാൻ പറ്റും. അവിടെ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ എവിടെയാണോ ഉള്ളത് കൃത്യമായ ലൊക്കേഷനിൽ കാണാനും അവിടെ വെച്ച് നിങ്ങൾക്ക് ആ ഫോൺ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അറിഞ്ഞു വെക്കേണ്ട വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.